ബസ് വന്ന് കുറച്ചുകൂടെ സ്റ്റാൻഡിൽ വന്ന് നിന്നാലും അതിന്റെ പുറകെ 2-3 ആട്ടോക്കാർ ഫ്രണ്ടും ബാക്കോട്ട് നിന്നാണ് ആളിനെ എടുത്ത് പോകുന്നത്. അന്നേരം ഇവിടെ കിടക്കുന്ന വെയിലത്താലും മഴയത്താലും ഇവിടെ നിൽക്കുന്ന ആൾക്കാർ അവരെ ഓട്ടം വിളിക്കാതെ ഇവര് പുറയുന്ന എടുത്ത് തന്നെ ബസ്സുകാരുടെ പുറകെ പിടിച്ച് അവരും അങ്ങ് ഓടും. അന്നേരം ഈ നൈറ്റ് കിടക്കുന്നവരും രാവിലെ വരുന്ന അല്ലാന്നുള്ള സ്റ്റാൻഡിൽ കിടന്ന് ഓടുന്നവർക്കും ഓട്ടമില്ല. ഈ കറങ്ങി ഓടുന്ന ഇവർക്ക് മാത്രം. ഒരു മുതലാളിക്ക് തന്നെ 3-4 വണ്ടികളുണ്ട്. ഇവര് മാത്രം കിടന്ന് കറങ്ങി ഓടും. നമ്മൾ ഈ സ്റ്റാൻഡിൽ കിടന്ന് ഈ ഓടുന്നവര് ഇതേ കണക്കില്ല തുണി ഉണക്കാൻ വെയിലത്തിട്ടേക്കുന്ന അതേ കണക്ക് രാവിലെ ഞങ്ങൾ ഈ വെയിലത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ട് നമ്മൾ ഇതേ കണക്ക് വൈകിട്ട് എടുത്തുകൊണ്ട്. അഞ്ചൽ ടൗണിൽ ഓട്ടോ സ്റ്റാൻഡിൽ കിടക്കാതെ ഓട്ടോറിക്ഷകൾ കറങ്ങി ഓടുന്നതായി പരാതി. അഞ്ചൽ ടൗണിൽ ഓട്ടോ സ്റ്റാൻഡുകൾ ഉണ്ടെങ്കിലും സ്റ്റാൻഡിൽ കിടക്കാതെ ആയൂരിലേക്കും കുളത്തൂപ്പുഴയിലേക്കും ബസ് കയറാൻ നിൽക്കുന്ന ബസ് സ്റ്റോപ്പുകളിൽ ബസ്സുകൾ വന്നു നിൽക്കുമ്പോൾ അതിന്റെ മുന്നിലും പിന്നിലുമായി ഓട്ടോറിക്ഷകൾ കറങ്ങി ഓടുന്നത് നിത്യസംഭവമാണ്. പലതവണ ഈ ഓട്ടോറിക്ഷകൾ പിടികൂടി പോലീസ് പെറ്റിയടിച്ചെങ്കിലും ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇത് അവസാനിപ്പിക്കാൻ തയ്യാറായിട്ടില്ല. ബസ് വന്ന് കുറച്ചുകൂടെ സ്റ്റാൻഡിൽ വന്ന് നിന്നാലും അതിന്റെ പുറകെ 2-3 ആട്ടോക്കാർ ഫ്രണ്ടും ബാക്കോട്ട് നിന്നാണ് ആളിനെ എടുത്ത് പോകുന്നത്. അന്നേരം ഇവിടെ കിടക്കുന്ന വെയിലത്താലും മഴയത്താലും ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഓട്ടോ ഇല്ല. പിന്നെ അതുപോലെ തന്നെ ആ ഒരു സ്റ്റാൻഡായാലും ഏത് സ്റ്റാൻഡായാലും ഈ 2 സ്റ്റാൻഡിലും ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ നോക്കി നിൽക്കുക തന്നെ 2-3 വണ്ടി വന്ന് കയറുക, ആളിനെ എടുക്കുക, അവർ പോവുക. അന്നേരം ഞങ്ങൾ ഒരു ദിവസം ഓടുന്നത് വെച്ചാൽ കൂടിപ്പോയി 250-300 രൂപ കഷ്ടിച്ച് ഓടുന്നത് ഒരു ദിവസം ഞങ്ങൾ ഓടുന്നത്. അത് മണിക്കൂറും താഴ്ന്ന വണ്ടി തലയിലും ഇവിടെ കയറി വരുന്നത്. പിന്നെ ഇന്നലെ ഒരു 11 ഉച്ചക്കായ സമയത്ത് ഇല്ലണ്ണ ഉച്ചയായ സമയത്ത് ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. എന്നുവെച്ചാൽ തിരുവനന്തപുരം സിറ്റി ഇപ്പോൾ അത്ര തിരക്കില്ലായിരുന്നു. കാര്യം ഈ വണ്ടികൾ തിരിച്ചു മറിച്ചു കൊണ്ടിടുന്നു, അതുപോലെ കാറുകാർ കൊണ്ടുവന്ന് ക്രോസ് കൊണ്ട് സൈഡ് ഒതുക്കുന്നത്. പിന്നെ പിങ്ക് പോലീസുകാർ വന്നതെല്ലാം വന്നുള്ള ആൾക്കാർ എന്ത് ചെയ്ത് ട്രാഫിക് എല്ലാം ഒഴിവാക്കി വിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ആട്ടോക്കാർ ഇറങ്ങിയാണ് പിന്നെ മണിക്കൂറോളം ആട്ടോക്കാർ ഇറങ്ങിയാണ് ഈ വണ്ടികളെല്ലാം തിരിച്ചു മറിച്ചും വിട്ടത്. ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ. ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ക്യൂ കിടന്നോടുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇക്കാരണം മൂലം വളരെ ബുദ്ധിമുട്ടുകയാണ്. അരമണിക്കൂറോളം ഓട്ടോ സ്റ്റാൻഡിൽ കിടന്ന് 1-ാം നമ്പർ ആകുമ്പോഴാണ് ഒരു ഓട്ടം കിട്ടുന്നത്. എന്നാൽ ബസ്സുകളുടെ മുന്നിലും പിന്നിലുമായി കറങ്ങി ഓടുന്ന ഓട്ടോറിക്ഷകൾ എത്തുന്നതോടുകൂടി ഓട്ടോ സ്റ്റാൻഡിൽ കിടക്കുന്ന വണ്ടികൾക്ക് ഓട്ടം കിട്ടാറില്ലെന്നും തങ്ങളുടെ ജീവിതം വളരെ ദുരിതപൂർണമാണെന്നും ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നു. കറങ്ങി ഓട്ടോ ഇവിടെ രാവിലെ വന്ന് നൈറ്റ് കിടക്കുന്ന വണ്ടിക്കാരുണ്ട്. നൈറ്റ് കിടക്കുന്ന വണ്ടിക്കാരെന്ന് അവര് രാത്രി ഓട്ടം കാണത്തില്ല. അന്നേരം അവര് ഒരു 7-8 മണിയാണെങ്കിലും അതിലേ കയറി പോകത്തുള്ളൂ. രാത്രി കിടക്കുന്നവരല്ലേ. അന്നേരം അതിന് മുന്നേ അത് കഴിഞ്ഞിട്ട് വന്ന് പുറകെ കിടക്കുന്ന വണ്ടിക്കാര് അവരെ ഓട്ടം വിളിക്കാതെ ഇവര് പുറയുന്ന എടുത്ത് തന്നെ ബസ്സുകാരുടെ പുറകെ പിടിച്ച് അവരും അങ്ങ് ഓടും. അന്നേരം ഈ നൈറ്റ് കിടക്കുന്നവരും രാവിലെ വരുന്ന അല്ലാന്നുള്ള സ്റ്റാൻഡിൽ കിടന്ന് ഓടുന്നവർക്കും ഓട്ടമില്ല. ഈ കറങ്ങി ഓടുന്ന ഇവർക്ക് മാത്രം. ഒരു മുതലാളിക്ക് തന്നെ 3-4 വണ്ടികളുണ്ട്. ഇവര് മാത്രം കിടന്ന് കറങ്ങി ഓടും. നമ്മൾ ഈ സ്റ്റാൻഡിൽ കിടന്ന് ഈ ഓടുന്നവര് ഇതേ കണക്കില്ല തുണി ഉണക്കാൻ വെയിലത്തിട്ടേക്കുന്ന അതേ കണക്ക് രാവിലെ ഞങ്ങൾ ഈ വെയിലത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ട് നമ്മൾ ഇതേ കണക്ക് വൈകിട്ട് എടുത്തുകൊണ്ട്. ഒരു പ്രൈവറ്റ് ബസ് അവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അതിന്റെ പുറകെ 4-5 വണ്ടികളുണ്ട്. അവര് മാത്രം ഓടും. നമ്മളെ പോലുള്ളവർ ആർക്കും ഓട്ടമില്ല. സ്റ്റേഷനിൽ 3-4 പരാതി കൊടുത്ത് ബേക്കും സാർമാർ വന്നപ്പോ അവരുടെ പരാതി കൊടുത്ത് അവരുടെയും പരാതി കൊടുത്താണ്. അന്നേരം അവര് ഈ കുരിക്കോണം ഭാഗത്തോട്ട് ഇങ്ങോട്ട് അഞ്ചലോട്ട് വരുമ്പോഴത്തേന് ഈ കുരിക്കോണം ഭാഗത്ത് വരുമ്പോഴത്തേന് നമ്മൾ ഇവിടുത്തെ ഈ സ്റ്റാൻഡിൽ കറങ്ങി ഓടുന്ന വണ്ടികൾ തന്നെ അങ്ങ് പുല്ലൂരോട്ടോ കുരിക്കോണത്തോട്ടോ പോകുമ്പോൾ അവര് തന്നെ വിളിച്ചു പറയുമ്പോൾ ഈ വണ്ടികൾ ഇവിടുന്ന് നേരെ മാറ്റുക. പിന്നെ എസ്മാർട്ട് സൂപ്പർ മാർക്കറ്റിന്റെ അകത്ത് ഇറക്കിയിട്ടേക്കും. എന്നിട്ട് ഈ കറക്കക്കാർ എന്നെ വിളിച്ചു പറയും സാറും പുല്ലൂരിൽ നിന്ന് ഇതാണ് വണ്ടി വരുന്നുണ്ടെന്ന് പറയുമ്പോൾ മാറ്റിയിടുക. എന്നിട്ട് ഇവിടുന്ന് വെഹിക്കിൾമാരും പോകുമ്പോഴത്തേന് അതിന്റെ പുറകെ ഇവര് വീണ്ടും ഇതാണ്. രാവിലെ ട്രാഫിക്കിലെ സാറുമാർ കുഴപ്പമില്ല. ഈ സാറുമാർ വെയിലായതുകൊണ്ട് 11 മണിയാകുമ്പോൾ ആ സാറുമാർ അങ്ങോട്ട് പോകുമ്പോഴത്തേന് ഇവര് വീണ്ടും കറക്കങ്ങളാണ്. രാവിലെ സാറുമാർ വരുമ്പോൾ നമ്മൾ മാനിയായിട്ടുള്ള ചിരിച്ചുള്ള ഓട്ടങ്ങൾ ഓടുന്നുണ്ട്. പിന്നെ അതാണത് ബുക്കും പേപ്പറും ഇല്ലാത്ത വണ്ടികൾ ഇവിടെ ഉണ്ട്. അത് നമ്മളിപ്പം പറയേണ്ടുള്ള കാര്യമല്ല. കാര്യം നമ്മൾ ആരെങ്കിലും റോഡാണ് ഇതിനൊക്കെ ബുക്കും പേപ്പറും എല്ലാം പേപ്പർ ഭാഗവും ടെസ്റ്റും എല്ലാം മുടക്കി ഉള്ളത് മാറ്റിക്കൊണ്ട് വരുമ്പോഴത്തേന് ഇതിന് ബുക്കും പേപ്പറും ഇല്ലാത്ത വണ്ടികൾ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട്. അതുകൊണ്ടിപ്പം കറങ്ങി ഓടുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഓട്ടോ സ്റ്റാൻഡിൽ കിടന്നോടുന്ന ഡ്രൈവർമാരും തമ്മിൽ ഓട്ടത്തെ ചൊല്ലി വാക്കേറ്റവും സംഘർഷവും ഉണ്ടാകുന്നത് അഞ്ചൽ ആറോ ജംഗ്ഷനിൽ നിത്യസംഭവമാണ്. ഇതിനെതിരെ കർശനമായ നടപടി ഉണ്ടാകണമെന്നാണ് ഓട്ടോ ഡ്രൈവർമാരുടെയും വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആവശ്യം. റിപ്പോർട്ടർ സജി, അഞ്ചൽ. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു.
പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക്